ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ സൂപ്പർ ഫോറിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആരംഭിക്കുന്നത്. സൂപ്പർ ഫോറിൽ ഇരു ടീമുകളുടെയും ആദ്യ മത്സരമാണിത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. ആ ഒരു തോൽവിക്ക് പകരം വീട്ടാൻ പാകിസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ആരാധകരെ കാത്തിരിക്കുന്നത് വലിയ ആവേശം നിറഞ്ഞ മറ്റൊരു പോരാട്ടം തന്നെയാകും. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരത്തിൽ ഹസ്താനം നൽകാത്തതിന്റെ പേരിൽ വിവാദങ്ങൾ ചൂടുപിടിച്ചു നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത്. ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ നടക്കുന്ന അനൂദിക ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ഉയർത്തിയ 532 റൺസിന് മറുപടിയായി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 551 റൺസ് നേടി ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. തുടർന്ന് മഴ മത്സരത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച് വിക്കറ്റ് നഷ്ടം കൂടാതെ 56 റൺസിൽ നിൽക്കുമ്പോഴാണ് മത്സരം സമനിലയിൽ പിരിഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി ധ്രുവ് ജുറലിന് പിന്നാലെ ദേവദത്ത് പടിക്കലും സെഞ്ചുറി നേടി. ധ്രുവ് ജുറൽ 140 റൺസ് നേടിയപ്പോൾ ദേവദത്ത് പടിക്കൽ 150 റൺസാണ് നേടിയത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.